എന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയിട്ട് ബാലൻസ് ഇട്ടിട്ട് കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് എന്തോ ചെയ്യാനാന്ന് പറ. കൊണ്ട് വെക്കട്ടെ. ചുമ്മാതെ മേടിച്ച് ചുമ്മാടായിരുന്നു. ഒന്നും പറയണ്ട, 2-3 മാസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ മരുമോടെ വീട്ടിലായിരുന്നേ. ഇന്നലെ വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ ഇച്ചിരി കടിഞ്ചായ ഇട്ട് കുടിക്കാന്ന് പറഞ്ഞോണ്ട് ഈ കിണറിന്റെ അടുത്ത് വന്നിച്ച് വെള്ളം കോരാൻ നോക്കിയപ്പോ എന്റെ ദൈവമേ, ഈ കിണറിനകത്ത് മൊത്തം റെമ്പോച്ചെ, മൊത്തം പോച്ചയാ. വല്ല ചേമ്പോ പാമ്പോ വല്ല ഉണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിച്ച് വെള്ളം കോരി കുടിക്കും? ചേമ്പാണെങ്കിൽ പുഴുങ്ങിയോ വെട്ടി കണ്ടിച്ചോ തിന്നാ, പാമ്പാണെങ്കിൽ പറഞ്ഞപ്പോ തന്നെ മേല് പെരുക്കും എനിക്ക്. അങ്ങനെ 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് താഴെ കുഴീന്ന് എടുത്തോണ്ട് വരുമോ ഈ വെള്ളം. ഈ പരിസരത്താന്ന് ഒറ്റ വീടില്ല, ഒറ്റ മനുഷ്യരെ ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല. അങ്ങനത്തെ ഞാൻ എന്തോ പറയാനാ. ഈ കിണറെന്ന് പറയുമ്പോഴേ 150 വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് ഒരു കാർന്നോരുണ്ടായിരുന്നു. ആ കാർന്നോര് പണിയിച്ച കിണറാ. അന്ന് തഞ്ചാവൂരിന്ന് ഏതോ ഒരു തമിഴത്തി വന്നാ ഈ കിണറിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയത്. എന്തോ നാഗേശ്വരി എന്നോ മറ്റോ ആ തമിഴത്തിയുടെ പേര്. ഞങ്ങളുടെ ഈ തെക്കിനിയിലാ തമിഴത്തി താമസിച്ചത്. ഉള്ള വെള്ളമെല്ലാം കൂടെ തലയിൽ വെച്ച് ചുമന്നിട്ട് എനിക്ക് വെളിവുമില്ല, വെള്ളിയാഴ്ചയുമില്ല. എന്തായാലും മോഹനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കിണർ വൃത്തിയാക്കാൻ ആളെ വിടണമെന്ന്. പരിപാലിക്കാം. ഇവിടെ ഇരിക്കട്ടെ, കൊണ്ടുപോയി അടുക്കളയിലെങ്ങാനും വെക്കാം. പിള്ളേരിങ്ങി പറഞ്ഞേ, ദൈവമേ പെട്ടെന്ന് പറഞ്ഞേ. ഇതൊരു കഷ്ടമാണെന്ന് പറയടാ. ചുമ്മിക്കൊണ്ട് വരുന്നതിന് പാടില്ലയോ? ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? വല്ലാത്ത ഗ്രഹപ്പഴയാ ഇത്, വല്ലാത്ത ഗ്രഹപ്പഴയാ. മോഹനെ ഒന്നുകൂടെ വിളിക്കണോ എന്ന് വന്നു. ഞാൻ 2-3 പണിക്കാരെ കൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ പണിക്ക് പോവാ. ഞാൻ കോൺട്രാക്ടർ അല്ലയോ? എന്തോ അങ്ങനൊന്നും പറയുന്നു. ശരി, ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. നിന്റെ ഈ ഫോൺ ചെയ്ത് നിനക്ക് ദോഷം ചെയ്യും. ഞാൻ ഫോൺ ചെയ്യുന്നത് നിനക്ക് കുഴപ്പത്തൂടാ. എടാ, ഒരു ഉത്തരവാദിത്തമായിട്ട് ഒരു പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ടിരിക്കുവല്ല. ഫോൺ ചെയ്യുന്നത് എനിക്ക് എന്റെ ഒരു വീക്ക്നെസ് ആയത്. എന്തുവാ ഇത്? എന്താ ഞാനാ അകത്തേക്ക് ഞാൻ വെട്ടി ചാവും. പറ അങ്ങനെതാ. തൃപ്തിയായോ? എനിക്ക് കുറെ നാളോട് നിങ്ങൾ പറഞ്ഞു തരച്ചേട്ടാ, എന്തുമാത്രം മെസ്സേജ് ആണെന്നറിയ ഈ മെസ്സഞ്ചറിൽ കടന്ന് ഇങ്ങനെ കിടക്കുന്ന. എന്റെ മെസ്സഞ്ചർ അങ്ങ് വിറ്റാലോ നടക്കും. കാരണം ഒരു മറുപടിയും വരുന്നില്ല അങ്ങോട്ട്. ഇപ്പോഴത്തെ കാലത്ത് മെസ്സഞ്ചർ കൊണ്ട് നടക്കണേ നിന്നെ വേണം വിൽക്കാൻ, അറിയാമോ? എന്തിനാ പണിക്ക് വന്നില്ലയോ? പിന്നെ പണിയാണുള്ള പരിപാടി നോക്കാം. ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്, അവരൊറ്റയ്ക്കാ. അമ്മച്ചി ഒറ്റയ്ക്കാന്ന് പറഞ്ഞപ്പോ കോൺജറിങ് 2 പള്ളിയിലെ അമ്മച്ചിയുടെ കാര്യം ഓർമ്മ. ഈ അമ്മച്ചി എന്ന് പറഞ്ഞാൽ പാവമാ. അമ്മച്ചി എന്ത് പറഞ്ഞാലും ചെയ്തു തരും. എന്നാ പിന്നെ ഈ കിണറങ്ങോട്ട് ക്ലീൻ ചെയ്യിച്ചാലോ? നീ എന്തോട്ടാക്കാൻ എങ്ങോട്ട് വന്നത്? നീ അല്ല കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യട്ടെ. മഞ്ജുവേ, മഞ്ജു. അതെ, ആരായിരുന്നു? ഞാൻ മറ്റേ മോഹൻ ചേട്ടൻ പറഞ്ഞു വിട്ടിട്ട് മറ്റേ കിണർ നന്നാക്കാൻ വേണ്ടി വന്നേ. ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കല്ല, അതേ ആള്. ഇതിന് അവകാശം ഉണ്ടായിരുന്നോ? അല്ലെ, എവിടുന്ന പിള്ളേരെ അങ്ങോട്ട് മനസ്സിലായില്ല. നിങ്ങളെ ഇതിനു മുന്നേ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? എന്നെ അറിയത്തില്ല അമ്മച്ചി. അതുകൊണ്ടല്ലേ ചോദിച്ചത്. കോമഡി അമ്മച്ചി. കോമഡി അമ്മച്ചി. ചെറുക്കൻ തന്നെ ഒറ്റയടിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. നീ ഏതാടാ? എന്റെ അച്ഛൻ പണ്ട് ഇവിടെ പണിക്ക് വന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ട്. പണിക്ക് വന്നിട്ടുണ്ട്. അച്ഛൻ എന്ന് പറയുമ്പോ? അച്ഛൻ പറഞ്ഞ വെള്ള താടി, നീള താടി പിടിച്ചു വെച്ചേക്കോ. സാന്താക്ലോസ് അല്ല അമ്മച്ചി, ഇവിടെ ഇതിന് മറുകൊക്കെ ഉള്ള ഒരാള്, ഇത് വണ്ണമുള്ള ഒരാള്. പുള്ളി എന്റെ അച്ഛൻ. പാച്ചുന്റെ മോനാണോ നീ? പാച്ചുന്റെ മോനാണോ ഇത്? എന്താ എന്റെ മുഖത്തൊരു വിഷമോ? നിന്റെ അടുത്ത് ആരെങ്കിലും അച്ഛന്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാച്ചു എന്ന് പറയാ നാണക്കേട്. ആരെങ്കിലും ചോദിച്ചവൻ എന്താ പറയാ? രാജരാജശേഖര വർമാന്ന്. അപ്പൊ എഴുതുമ്പോഴോ? എഴുതുമ്പോ പാച്ചു എന്ന് എഴുതും. അത് നല്ല എളുപ്പം. അല്ല, നിന്റെ വീട് എവിടാ? ഞാൻ ആലപ്പുഴ ബീച്ചിലാണ് വെച്ച് താമസം. എന്റെ അച്ഛനെ അറിയായിരിക്കും.
ഏതാ? കുന്നുംപുറത്തെ ചന്ദ്രൻ എന്റെ അച്ഛനുണ്ടല്ലോ. ആ. ഈ കേരളത്തിലെ ഒട്ടുമുക്കാ കിണറും എന്റെ അച്ഛൻ മുത്തിയിട്ടാ. ഒരു പൂർണ്ണതയില്ലാത്ത മനുഷ്യനാന്നല്ലേ അയാള്? അതന്നെ മുക്കാലും മുത്തിട്ടങ്ങ് നിർത്തും അവന്. സാഹിത്യകാര്യത്തുള്ള അതല്ല പറഞ്ഞേ, ഒട്ടും മിക്ക കിണറും എന്റെ അച്ഛനാ കുത്തിയേക്കണേന്ന്. അല്ല അല്ല, അതിരിക്കട്ടെ. ആ, ആ. പണിയും കഴിഞ്ഞ് വൈകുന്നേരം പോകുമ്പോ എന്താ തരണം? ഒരു ചൂട്ട് കത്തിച്ച് അത് വീശിക്കൊണ്ട് ഞങ്ങൾ പോവാം. അതല്ല ഏ, പൈസ. അത് എന്താ എന്നാ ചോദിക്കാനാ? പറയാനാ അമ്മച്ചി കിട്ടതാ. ഓ, ഞാൻ തരുന്നത് കുറഞ്ഞു പോയാലോ? കുറച്ച് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ മേടിക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ആ. ഒരു 2375 രൂപ 2 പേർക്കും അങ്ങ് തരാം. വീതിച്ചെടുത്ത്. അയ്യോ വേണ്ട 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 വേണ്ട. അതെന്താ? 2000 രൂപ തന്നാ മതി. അതാ വീതം വെക്കാൻ എളുപ്പം. തെറ്റും. ഓ, ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാതെ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയേക്കോ ഇല്ലയോ? എന്നാ ജില്ലാ കളക്ടറെ വിളിക്കാം ഇത് കിണർ ക്ലീൻ ചെയ്യാൻ വേണ്ടി. പിന്നല്ല. പിന്നെ പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കാഫി വല്ലതും കുടിച്ചിട്ടാണ് ഇറങ്ങിയത് രണ്ടുപേരും? ഏ? ഇത്? കാപ്പി വേണോടാ? കാപ്പി വേണം നിനക്ക്? എനിക്ക് വേണം. പിന്നെ കാപ്പി വേണമെന്ന് നിനക്ക് വേണ്ടേ? എനിക്കും വേണം. അമ്മച്ചി കാപ്പി ഇട്. എടുത്തോ പൊക്കോ. ഭയങ്കര ആഴമാണല്ലോ, ബൈനക്കുലർ വലിച്ചു നീട്ടിയ പറ്റിക്കതല്ലേ അമ്മച്ചി കിണർ. പഴയ കിണറാ അത്, അതുകൊണ്ടാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യം നമ്മൾ കേരളത്തിൽ ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന കാര്യമാണ് കാപ്പി കുടിക്കുന്നോ, കാപ്പി എടുക്കട്ടെ, ചോറ് കഴിക്കുന്നോ എന്നുള്ള. അല്ല എടുത്ത് വെച്ചേക്കുവാ വന്ന് കുടിക്കുന്നു പറയാമോ? അങ്ങനെ വേണം പറയാനെ കൊണ്ട്. അല്ലെങ്കിലും ഈ കേരളത്തിലെ എല്ലാ വീട്ടിലും ഉള്ള ഒരു സംഭവം അത്. ഈ ഒരു സമ്പ്രദായം വേണം കേരളത്തിൽ ആദ്യം നിർത്തലാക്കാൻ. ആദ്യം നിന്റെ വീട്ടിൽ നിർത്തലാക്ക്. അതിന് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുമ്പോ നിന്റെ അമ്മ എന്താ ചോദിക്കുന്നത്? കഴിച്ചിട്ടല്ലോടാ വന്നേന്ന്. എന്നിട്ട് നേരത്തെ അങ്ങ് മൂക്ക മുട്ട കേറ്റുമല്ലോ നീ. അതിന്റെ മിടുക്ക് എടുക്കല്ല നിന്റെ ആർത്തി. അങ്ങനെയുണ്ട് ഒരു ആർത്തി. ഇപ്പൊ കാപ്പിയെ തുടങ്ങി. ആ, എന്തോലും പറഞ്ഞാൽ ഉണ്ടാക്കി തരും അമ്മച്ചി. എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരുമോ? പറഞ്ഞാൽ ഉണ്ടാക്കി തരും. ഒരു മസാല ദോശ, ഒരു പൊടിച്ചായ, ഒരു വട. എവിടെ വന്നിരിക്കോ? ഇത് നീ വന്നേക്കുന്നത് ഇവിടെ തമിഴിന്റെ ഹോട്ടലല്ല വന്നേക്കുന്നത്. അത് നീയല്ലേ പറഞ്ഞ എന്തോ പറഞ്ഞാലും ഉണ്ടാക്കി തരും. എന്താ പറഞ്ഞാൽ ആ പാമ്പിടിച്ച് അമ്മച്ചി അവിടെ നിന്ന് കപ്പ എന്തെങ്കിലും പിഴുത് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞത്. ഒരു കപ്പ ബിരിയാണി സവാള കൂടുതലിട്ട്. കപ്പ ബിരിയാണിയോ? കപ്പ ബിരിയാണി തേങ്ങ കൊണ്ടാണോ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്? എടാ എന്തോലും ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ എന്തൊരു ഈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അമ്മച്ചി ഉണ്ടാക്കി തരും. അങ്ങനെ അമ്മച്ചിയുടെ പറ അമ്മച്ചി എനിക്കൊരു അൽഫാം. അത് ഭയങ്കര ഈസിയാ. അത് ഭയങ്കര ഈസിയാ. ചുമ്മാ അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി. എനിക്കൊരു ഷവായ. ഒറ്റടിക്ക് ശവമായി മര്യാദക്ക് നീ നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടെ ഈ കയറല്ലായിരിക്കും, ഞാൻ അങ്ങനെ പോയി ക്ലീൻ ചെയ്യാവേ. പിള്ളാരെ ഹലോ, പണി തുടങ്ങിയായിരുന്നോ? ഞാനാ. ആ പണി തുടങ്ങി. ആ നിക്ക് എന്റെ ഓഫീസിലെ സ്റ്റാഫ് അവിടെ റൂട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓഫീസിലെ സ്റ്റാഫിനെ അമ്മച്ചിയുടെ പ്രശ്നം മദർ ബോർഡ് ഇല്ലേ അതിന്റെ പ്രശ്നം അതൊന്ന് ശരിയാക്കി. മറ്റേതാ പെട്ടെന്നതാ. ഇടുക്കി അല്ല, കാപ്പി ഇടാൻ തുടങ്ങുമായിരുന്നേ. അന്നേരം ഞാൻ ഓർത്തത് അടുക്കള മൊത്തം തൂത്ത് വാരിയില്ലെന്ന്. ആ പൊടി വെച്ച് കാപ്പി ഇടാൻ തുടങ്ങുമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഞാൻ 2-3 മാസം ഇവിടെ ഇല്ലായിരുന്നെന്ന്. അമ്മച്ചി എവിടെ ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ ബുധനൂര്. ഓ അമ്മച്ചിയുടെ ചുട്ടു കണ്ടോടാ, പാലക്കാട് മലനിര ബുധനൂര്. അല്ല, ബുധനൂര് മരുമോടെ വീട്ടിലായിരുന്നു. ചെറുക്കാ, നിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നോ? നിന്റെ എന്ത് എത്ര മക്കളുണ്ട്? 5. ആണോ പെണ്ണോ? 2 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. ഈ കുളങ്ങളൊക്കെ ഇപ്പൊ എവിടാ? ഒരാൾ കൂത്താട്ടുകുളം, ഒരാൾ വെണ്ണിക്കുളം, ഒരാൾ വള്ളംകുളം, ഒരാൾ എറണാകുളം, ഒരാൾ സത്താക്കുളം. എല്ലാം കുളം 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 കുളം. ഞങ്ങൾക്ക് ഈ കിണറിന്റെ പരിപാടിയല്ലേ, വെള്ളം കാണുമ്പോൾ കുളുങ്ങുന്ന കേൾക്കത്തില്ല. അപ്പൊ എല്ലാം കുളും കിടക്കുന്നത് വിചാരിച്ചത്. ഏടാ, നിനക്ക് എത്ര മക്കളാ? എനിക്ക് മക്കളില്ല. എന്തെങ്കിലും ദോഷം വന്നടാ കുഞ്ഞെ? ദോഷമല്ല, കല്യാണം കഴിച്ചിട്ടുള്ള അതാ. അപ്പൊ ഞാൻ ആദ്യം അതങ്ങ് പറഞ്ഞാ പോരായിരുന്നു. അതാണ് എന്റെ അടുത്ത് ആദ്യം ചോദിച്ചേ. ഞാൻ ചോദിക്കണതിന് മാത്രമേ ഞാൻ മറുപടി പറയാറുള്ളൂ. അല്ല, എന്താ കല്യാണം കഴിക്കാന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ട് കല്യാണം കഴിക്കാന്ന് വെച്ച്. എന്നിട്ട് എന്തേലും ആയോ? ഒന്നും ആയില്ല. കഷ്ടം തുടങ്ങുന്ന അങ്ങോട്ട്. ഭയങ്കര ആഴമുണ്ട്, ഭയങ്കര ഇതൊക്കെ. അയ്യോ, ആഴോന്ന് പറഞ്ഞാല് 100-150 വർഷം മുമ്പേ ഉള്ള കിണറായത് കേട്ടോ. അതായത് എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുന്നേ ഈ കിണർ ഇവിടെ ഉണ്ട്. ഓ ഏറ്റ കള്ള പഠിക്കുന്നുണ്ടോടാ. അമ്മച്ചിക്ക് ഓർമ്മ വെച്ചാലല്ലേ അതിന് മുമ്പ് കിണറുണ്ടെന്ന് അറിയുന്നേ. പിന്നെ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് കിണറുണ്ടെന്ന് അമ്മച്ചി എങ്ങനെ അറിയുന്നു? സത്യമായിട്ട് മുന്നേ എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ ഈ കിണർ ഇവിടെ ഉണ്ട്. അതാ പറഞ്ഞ അമ്മച്ചിക്ക് ഓർമ്മ വെച്ചാലല്ലേ ഈ കിണർ ഇവിടെ അറിയുന്നത്. അപ്പൊ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് കിണറുണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഈ കിണർ ഇവിടെ ഉണ്ട്, സത്യമായിട്ടും. അത് അമ്മച്ചിക്ക് എങ്ങനെ അറിയാം? ജനിക്കണേക്ക് മുമ്പ് കിണറുണ്ടോ ഇല്ലോന്ന് നിങ്ങൾക്കറിയാമോ? ജനിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ കിണറുണ്ടോന്ന്. എടാ, അതായത് എന്റെ അച്ഛനെക്കാട്ടിലും മുന്നേ ഈ കിണർ ഇവിടെ ഉണ്ട്. അതാ പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ്റെ അച്ഛനാണ് ഈ കിണർ. പണി ചെയ്യാൻ വന്നാണെങ്കിൽ പണി ചെയ്താൽ മതി കേട്ടോ. പാടൊക്കെ പഠിക്കും. മുറ്റത്തെ കിടക്കിൽ കുളിർ വെള്ളത്തോടു
ആ കിണറാ ഈ കിണറ്. ആ. ഇപ്പം പടിയില്ലയോ? തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. ആ കിണറും ഈ കിണറാ. ദാ, പാട്ട് മാറ്റിപ്പിടി. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ആ തവള ഈ കിണറ്റിലുണ്ട്. ഏതവള? നീർത്തവള. തീർത്തവളെ എന്നല്ല പറഞ്ഞേ, പിന്നെ? തീർത്തവളെ. അവള് ഞാനാ. എന്തിനവളാ ഇത്? എന്ത് പറഞ്ഞാലും അങ്ങ് പരാമർശം. അല്ലല്ല ആണോ? അപ്പൊ അങ്ങനെ ഊണെടുക്കാനോ? ഊണ് വേണോ? അപ്പൊ കാപ്പിയുടെ കാര്യം? ഓ, ഊണ് സമയത്ത് ആരാണ്ട് കാപ്പി കുടിക്കുവോ? ആടാ നിനക്ക് വേണോ? ചോറ് വേണോ നിനക്ക്? വേണോ? ചോറ് വേണോ? സത്യമായിട്ടും ചോറ് വേണ്ടായോ? നിനക്ക് ചോറ് വേണോടാ? എനിക്ക് വേണം. ഇതിന് ചോറ് വേണം. നിനക്ക് വേണ്ടായോ? വേണം. എന്നാ ചോറ് ഇടാനോ? ഇപ്പൊ അടുപ്പത്തിട്ടാ വേവും. പിന്നെ അടുപ്പിലിട്ടില്ലേ? അല്ല, ഇടാൻ പോവാ. പണി ചെയ്യുമ്പോ സൂക്ഷിക്കണം കേട്ടോ. എന്ത് പൊടിക്കാൻ ഇത്ര വലിയ കിണർ? ഞങ്ങൾ നേരത്തെ പണിഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കിണറൊക്കെ. അതല്ല. അച്ഛനൊക്കെ പറഞ്ഞ ഭയങ്കര കിണർ ഇല്ലടാ. എടാ കഴിഞ്ഞ മാസം നമ്മൾ എവിടെയാടാ? തഞ്ചാവൂരിലാടാ പോയ അച്ഛൻ്റെ ഒപ്പം. തഞ്ചാവൂര്? തഞ്ചാവൂര് ഫിക്സ്. തഞ്ചാവൂര്. തഞ്ചാവൂര് ഒരു കിണർ പണിക്ക് പോയിട്ട് അച്ഛൻ പറഞ്ഞു ഇത് 6 കോലില് വെള്ളം കാണുമെന്ന് പറഞ്ഞു. 6 കോലായില്ല. ആ 4 കോല് കുഴിച്ചപ്പോ തന്നെ പിക്കാസ് എടുത്ത ഒരൊറ്റ കുത്ത് വെള്ളം ഒരൊറ്റ ചീറ്റില മേളിലേക്ക്. അച്ഛനെ കാണാനില്ല. അയ്യോ എന്റെ ദൈവം, നീ തിരക്കില്ലേ? നീ ഒരു മോനായിട്ട് സ്വന്തം തന്റെ തിരക്കില്ലടാ നീ. തിരക്കിയോന്നോ? എന്റെ ഭഗവാനെ, അച്ഛനെ കാണിച്ചു നമ്മുടെ മേളിലേക്ക് നോക്കിയപ്പോ ഈ ചീറ്റി തെറിച്ച വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് ഓളം കെട്ടു അച്ഛൻ. ശ്ശോ, എന്നിട്ട് നീ എന്തോ എന്തോ എടുത്തന്നോ? ഇവനത് പാസ് വെച്ച് നാട്ടുകാരെ കാണിച്ച് പൈസ ഉണ്ടാക്കി ഈ വാട്ടർ മാജിക്. ആ, ഞാൻ അങ്ങോട്ട് എന്നിട്ട് കത്രിയൊക്കെ ഈ വെള്ളം കട്ട് ചെയ്ത് കളഞ്ഞത് അവരൊക്കെ താഴെ വീണങ്ങ്. അല്ല, ഈ വെള്ളമൊക്കെ കത്രിക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ അച്ഛൻ ജലധാരയുടെ പുറത്ത് പിന്നെ അച്ഛനെ നിർത്താൻ എനിക്ക് കത്രിക്ക് വെള്ളം കട്ട് ചെയ്യാൻ പറ്റും. അതാന്നു മോഹനം പറഞ്ഞു വിട്ട പിള്ളേരാകുമ്പം പഠിക്കും. പറഞ്ഞു വിട്ടാൻ പറയാലോ, നമ്മൾ കറക്റ്റ് പണിയായിരിക്കും. എന്നാലും ഞാൻ പറയാം. അമ്മച്ചി അവിടെ അങ്ങനെ പോയിട്ട് കാപ്പി ഒന്നും ചോറ് ദൈവമേ, അതിനകത്ത് വവ്വാലുണ്ട്, ഇറങ്ങുമ്പോ പേടിക്കല്ലേ എന്ന് പറയാനായിരുന്നു. ഈ പിള്ളേർ ചെയ്യട്ടെ, എനിക്ക് ചെയ്യട്ടെ. നിപ്പ 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 നിപ്പ. സരി 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 പാട്ട് പറഞ്ഞു എനിക്ക് മൊത്തം വവ്വാലെന്ന് നിപ്പ ഉണ്ടാവും. നീ ഇറങ്ങാവിടെ. ഞാനോ? നീ തലകെട്ടായിട്ട് ഇറങ്ങിയാൽ മതി. കടവാവലാന്ന് വിചാരിച്ച അവരെന്നെ തെറി പറഞ്ഞു കൊല്ലും. ടിക്കറ്റിലിട്ട് പോടാ. ഇപ്പൊ എങ്ങനെ ഇറങ്ങൂടെ? ഏറ്റു പോവുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെ ഇറങ്ങുന്നു? ഇറങ്ങടേ, ഇറങ്ങാണ്ട് പറ്റൂല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ കൊട്ടയൊക്കെ റെഡിയാക്ക. ഞാൻ അപ്പോഴത്തന്നെ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഓഫീസിലാ? കമ്പ്യൂട്ടറൊക്കെ എടുത്ത് കളാ, എന്നോട് സംസാരിക്കേ. എന്നാ കാണുന്നേ? ആ വാക്കത്തിരിക്കുമ്പോൾ ഞാൻ ചാവും. കിണറിന്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ കണ്ടു ചാടി ചാവും. ഞാൻ കണ്ടു. ഇന്നലെ പറഞ്ഞ അങ്ങനല്ലല്ലോ എന്നോട്. ഇന്നലെ അങ്ങനല്ലല്ലോ എന്നോട് പറഞ്ഞു. എനിക്ക് തകണം വന്നിട്ട് ഇന്നലെ അല്ലെങ്കിൽ വാവച്ചി അങ്ങനല്ലല്ലോ എന്നോട് പറഞ്ഞത്. ഞാൻ കണ്ടി ചാടി ചാവും. ഞാൻ ഈ കിണറിനകത്ത് ഇരിക്കുന്നത്. കണ്ടി ചാടി ചാവും. സത്യോ, ഞാൻ കിണറിനകത്ത് ഇരിക്കുന്നത്. ചാവേ. ചിരിപ്പില്ലേ എന്നെ? ചിരിപ്പില്ലേ? അയ്യോ അയ്യോ അമ്മച്ചേ, അമ്മേ, അയ്യോ അയ്യോ അയ്യോ. എന്താ ചോറായിരുന്നു? അല്ല, ചോറ് ഞാൻ അരിയിട്ട് തിളക്കാറായി. ആണോ? എന്തായിരുന്നു അതിനെന്ന് വിളിച്ചേ? അതിനല്ല വിളിച്ചെങ്കിൽ ഒന്നൊരു കാര്യം പറയട്ടെ. ഇന്നലെ രാവിലെ 7:30 മോഹൻചേട്ടൻ പറഞ്ഞു ഇന്ന് ഇവിടെ രാവിലെ പണിക്ക് വന്നെന്ന്. അത് ഞാനാന്നല്ലേ വിളിച്ചേ? എടാ, അരി തിളക്കാൻ തുടങ്ങി. ഞാൻ അരി അവിടെ തിളക്കട്ടെ, ഞാൻ കാര്യം പറഞ്ഞേക്കെ. എടാ, വെള്ളമില്ലാതെ തിളക്കുന്ന അരി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി കാലത്ത് തന്നെ ഇവിടെ പണിക്ക് വന്നു. ഒരു എടാ, തിളക്കുന്ന കരിഞ്ഞു പോടെ ചേട്ടാ. കാര്യം പറയണേ, കേക്കണ്ടോ നിങ്ങള്? നമ്മളൊരു പണിക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ഫോണിൽ മെസ്സേജ് വന്നു. ഫോണ് അങ്ങനെ എടുക്കും. നമ്മുടെ ഈ മൊബൈൽ ഫോൺ എന്ന് വെച്ച സംഭവം ഉണ്ടല്ലോ. ഈ മൊബൈൽ ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപകാരത്തിന് ഉപകാരം. നന്നായിട്ട് ഉപയോഗിച്ച അടിപൊളിയാ. അതല്ലെങ്കിൽ ഒന്ന് ഊതിയിട്ട് ഞാനിങ്ങി വരാം. ഊതല്ലേ പറയണേ. അമ്മച്ചി കിട്ടോ മൊബൈൽ ഫോൺ? ഞാൻ ഉപയോഗിക്കത്തില്ല ഇത്. എനിക്ക് മാനം മര്യാദക്ക് കിടന്നുറങ്ങണം. ഇത് ന്യായം, തറവാടിത്തം. നമ്മൾ ഈ മൊബൈൽ എടുത്ത് തലവണയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് കുറെ കോസ്മെറ്റിക് രശ്മികളൊക്കെ നമ്മുടെ തലച്ചോറിങ്ങനെ കാർന്ന് തിന്നും. അതറിയാവോ? ഒരു പണിക്ക് പോയി കഴിഞ്ഞാ
നമ്മള് പണിയെടുക്കണം. ഇത് ചുമ്മാ ഗൂഗിൾ പേയില് വരെ പെമ്പിള്ളേരുടെ നമ്പർ അടിച്ചിട്ട് കിട്ടിക്കഴിയുമ്പോ അതിനകത്ത് പിന്നെ ചാറ്റിംഗ് ആണ്. അങ്ങനെ ഒരുത്തൻ കിണർ പണിക്ക് വന്നിട്ടേ ഈ മേളിൽ കയറിയിരുന്ന ഏതോ ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് ചീറ്റി ചീറ്റി ചാറ്റി 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 ചിരിച്ച് നേരെ കിണറിലേക്ക് പോയി. എന്റെ കൂടെ ഉണ്ടവൻ നമ്മുടെ ഈ കിണറ്റില്. ഇവരെ രക്ഷിച്ചു കഴിഞ്ഞാലും പിന്നെ ഞാൻ ഈ കഥ പറയണ്ടേ? അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. കയറിട്ട് ഞാൻ കൊടുക്കത്തില്ല. അവൻ എന്നെ കൂടെ വലിച്ചതിനകത്തേക്ക് ഇടും. പിടിച്ചോ 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 പിടിച്ചോ. എനിക്ക് വയ്യ. അയ്യോ ഇനി നിന്നെ കൂടെ എന്റെ കാലലിഞ്ഞു പോയി, എന്റെ കാലലിഞ്ഞു പോയി. നിന്റെ വയറ് കാരണം കാണാത്ത അമ്മച്ചി എത്ര രൂപ തരാന്ന് പറഞ്ഞ്? 2000 രൂപ. അതെനിക്ക് തന്നാ മതി. കട്ടിലെ വെള്ളം മൊത്തം ഞാൻ കുടിച്ചു പറ്റിച്ചമ്മച്ചി. അമ്മച്ചി എന്റെ ഫോൺ ഉണ്ടോടാ? നിന്റെ ഫോണിങ്ങി തരാം. അവന്റെ ഫോൺ ചക്കര പിന്നാണ്ടിയേ ഞാൻ വെള്ളത്തിൽ വീണാറ്. തമാശന് പറഞ്ഞതാ കേട്ടോ. നമുക്ക് വൈകിട്ട് കാണണേ വെള്ളം പറ്റി കഴിഞ്ഞിട്ടേ. നിനക്കൊരു കുറവില്ല അല്ലടാ. നല്ല ഉഗ്ര സ്കിറ്റ്, ഒരു നല്ല കൈഡി. ചേട്ടാ പ്രദീപേ, മനോജ്, സുമി, ഗംഭീരൻ. കേട്ടോ എങ്ങനെയാ ജീവ പറ. ഞാൻ എന്താ പറയാൻ മുന്നേ എന്ന് പറഞ്ഞേ? ജീവയുടെ ജഡ്ജ്മെന്റ് ഒരു പ്രോഗ്രസീവ് സ്കിറ്റ് ആയിരുന്നു. പോക 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 തമാശ വന്നോണ്ടിരുന്ന സ്കിറ്റ് ആയിരുന്നു. അതെ അതെ. അല്ല എനിക്ക് എന്റെ മക്കളെ എന്താണ് തോന്നിയേ? കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ പോക പോക അല്ലേ അതല്ല നമ്മളിപ്പോ പറഞ്ഞു. ഓക്കെ തീരെ ലാഗ് ഇല്ലായിരുന്നാ പറഞ്ഞത്. ലാഗ് ഇല്ലായിരുന്നാണ് പറഞ്ഞത്. ലാഗ് വന്നിട്ടില്ല. ഓക്കെ നടന്നു പോകണം. അവര് ചോദിച്ചു ഈ പ്രോഗ്രാമിൽ ഇത്രയും മറ്റേ ആങ്കർ ചെയ്ത് ഇത്രയും സംഭവത്തിൽ ഇതൊന്നും എന്തേലും ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാറായിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. ആർട്ടിസ്റ്റുകൾ എനിക്ക് പറ്റൂല. ജീവ നാളെ നീ ഇവിടെ ഇരിക്കേണ്ടവനാണ്. അത് അറിയായിരിക്കും. ഞാൻ നിങ്ങളെ പോലെ കസറിഞ്ഞ അല്ല അതല്ല, ഇത് കൈപ്പാങ്ങിൽ നിൽക്കാണ്. ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഇതിന്. അല്ല ഒരു കാര്യം പറയാം, ഇത് ഐറ്റം വേറെ എന്ന ഷോയിലെ പവർ പാക്ഡ് ടീമാണ് ഇവര്. കാരണം ഒരു കിണറും അതിൻ്റെ ചുവടും വെച്ചിട്ട് എന്തോരം സ്കിറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ വിചാരിച്ചു മിക്കവാറും കൊച്ചു പ്രദീപ് കണ്ടി പോവും, അതിൻ്റെ ഒരു തമാശ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. അതാണ് നിങ്ങളുടെ മികവെന്ന് പറയുന്നത്. കാരണം ആ സ്ക്രിപ്റ്റിനകത്ത് എനിക്ക് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയ ഒരു കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരുന്നു സാഹിത്യത്തള്ളയോ എന്തായിരുന്നു? സാഹിത്യകാരി തള്ളേ. എന്തോരം കാരണം നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്. അതിൽ വേണ്ട കൗണ്ടറുകൾ, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അത് ഭയങ്കര രസമായിട്ട്. ഇതിനിടയിൽ നമുക്ക് സാധാരണഗതിയിൽ ഫോൺ എടുത്ത് വീണ്ടും റിപ്പീറ്റ് വരുമ്പം ഒരു ചെറിയൊരു സുഖക്കുറവ് വരും, വീണ്ടും തമാശ അത് തന്നെ. പക്ഷെ മനോജിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു മികവുണ്ടല്ലോ. ആ ഫോൺ എടുത്തിട്ട് ഓരോ രീതിയിലാണ് പുള്ളി സൊള്ളുന്നത്. ഇത് പ്രദീപല്ലേ പറഞ്ഞത്? എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അതങ്ങനല്ല, വേറെ രീതിയിലുണ്ടെന്നൊക്കെ. ശരിക്കും പ്രദീപ് രാത്രിയിൽ ഉറങ്ങാറുണ്ടോ? കണ്ടുപിടിച്ചേ. തല ചൂടാവാറുണ്ടോ? അതുപോലെ ഹെഡ്ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? അതേലാ കിടക്കുന്നത്. ഗൂഗിൾ പേ ഒന്ന് ചെക്ക് ചെയ്യണം. ഹെഡ്ഫോണിന്റെ വള്ളിയിൽ കുരുങ്ങി രാത്രി കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. അനുഭവസ്ഥനാണ് പറയുന്നത്. ഉണ്ടോ എന്ന്. എന്തായാലും എല്ലാ ഏരിയയിലും നല്ല രസമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു. എനിക്ക് ആകെ ഒരു ചെറിയൊരു അഭിപ്രായം ഉള്ളത്, എനിക്ക് സുമി ചെയ്തതിൽ ഈ കഥാപാത്രത്തെ കുറച്ചുകൂടി ഒന്ന് വയസ്സാക്കാം. ഞാൻ പറയാൻ വെച്ചിരുന്നാണേ ഒരു ചെറിയ നരയൊക്കെ. പക്ഷേ സുമിയിലെ നായിക അതിന് സമ്മതിച്ചില്ല. ഇത്ര പ്രായം മതി ഇത്ര ലുക്കിൽ നിൽക്കാൻ. പക്ഷെ അത് ഞങ്ങൾക്ക് തോന്നി. കാരണം ഈ രണ്ടുപേരെ അമ്മച്ചി എന്നൊക്കെ വിളിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ പുറത്തുനിന്ന് കാണുമ്പോഴേ, പ്രത്യേകിച്ച് മനോജ് വിളിക്കുമ്പോ, മനോജൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്ത് കാണുമ്പോൾ തോന്നും. വേറൊന്നുമില്ല എനിക്ക് പറയാൻ. ബാക്കി ഇദ്ദേഹം പറയട്ടെ. അല്ല ഇനി ബിജുക്കുട്ടന്റെ കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ബിജുക്കുട്ടൻ ചേട്ടാ എന്താണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ? നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഐറ്റം പറയുന്ന ഫ്ലോറിലെ സുന്ദര കില്ലാടികളാണ് നിങ്ങൾ. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പഴയ പോലെ കുറേ തമാശകൾ കൗണ്ടർ പറഞ്ഞിട്ട് ചിരിക്കണേലും കൂടുതൽ മനോജിൻ്റെ ഭാഗത്തും കുറേ നർമ്മങ്ങൾ മുഖത്തുനിന്നുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര മനോഹരമായിരുന്നു. അതൊക്കെ
കഞ്ഞി കുടിക്കണോ ചായ കുടിക്കണോ പൈസ എത്ര വേണോ എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള റിയാക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കണ്ടന്റിൽ നമ്മൾ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ചിലപ്പോൾ അത് കൈവിട്ട് പോകും, ചിലപ്പോൾ ലാഗായി പോകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നിങ്ങളുടെ ബ്രില്യൻസ് ഉഗ്രനായിട്ട് കാണിച്ചിട്ടാ എല്ലാവരും ചിരിച്ചിരുന്നത്. അതായത് സുമി ശരിക്കും പറഞ്ഞാൽ നല്ല നിര വെച്ചിട്ട് ഒരു ഇത്തിരി ഏജിൽ പിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് ഒരു വ്യത്യാസം കണ്ടേനെ, ഈ കോസ്റ്റ്യൂമിലും കാര്യങ്ങളിലും ഒരു വ്യത്യാസം വന്നേനെ. അപ്പം ആ ഒരു ചെറിയൊരു നെഗറ്റീവ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ആദ്യം തുടങ്ങി അവസാനം വരെ ക്ലൈമാക്സ് വരെ നല്ല കൗണ്ടറുകളായിരുന്നു. ഫോൺ ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ കരുതി മിക്കവാറും ഒരു തരുമോ ഓക്കെ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം പറയുമ്പോൾ ഇയാൾക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രദീപിന്. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അതെന്താണെന്ന് അറിയില്ല, വേറെ എന്തോ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ന്യൂട്രലി പറയുന്ന പോലെ അതിനെക്കുറിച്ച് എനിക്ക് ധാരാളം അറിയാൻ പാടില്ല, കാരണം എനിക്ക് അനുഭവമില്ല ഈ ഫോൺ ചെയ്തൊക്കെ. നമുക്ക് ഇറങ്ങിയേക്കാം. ഞാനിവിടുന്ന് ഇറങ്ങി ആദ്യമായിട്ട് എടാ നിനക്ക് ധൈര്യം ഉണ്ടല്ലോ. ഫോൺ ആദ്യം മേടിച്ച് ഞാൻ ഓണാക്കി കൊടുക്കുന്നത് ആ ഗുരുവിനെ ഇരുത്തിയിട്ടാവും പറയുന്നത്. എനിക്ക് അല്ല, ഞാനൊരു കാര്യം പറയാം, മിമിക്രിക്കാരുടെ ഇടയിൽ ഏറ്റവും അവസാനം ഫോൺ വാങ്ങിച്ച ഞാനാണ്. അത് ടിനിയും പക്രും പറഞ്ഞ് അപ്പൊ തന്നെ അറിയാലോ എനിക്ക് ഇതിനകത്ത് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. കാരണം ഫോണുകൾ മാറിയിരിക്കുന്ന ഇവനാണ്. ഞങ്ങൾക്ക് അറിയേണ്ടത് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെ പറ്റിയാണ്. പിഷാരിനൊക്കെ ചോദിച്ചാൽ ഞാൻ ഫോണേ വീട്ടിലൊരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, അതല്ലാതെ എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നേ ഇല്ല. വീട്ടിലെടുക്കൂല, പുറത്തിറങ്ങിയിട്ട് എടുക്കുള്ളൂ. എന്തായാലും ഓൾറെഡി ഉഗ്ര സ്കിറ്റായിരുന്നു, നല്ല നർമ്മം ഉണ്ടായിരുന്നു. ആദ്യം അവസാനം വരെ ചിരി ഉണ്ടായിരുന്നു. ഇവരൊക്കെ അടിച്ച് പൊളിച്ച് ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം നിങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നല്ല ഹൈപ്പിൽ കളിച്ച് നിങ്ങൾ ഒരു സ്കിറ്റ് കയറ്റും, നല്ല ലോയിൽ കളിച്ച് നിങ്ങളൊരു സ്കിറ്റ് കയറ്റും. ഹൈപ്പിൽ കളിച്ചാലും നമുക്ക് ആവശ്യമുള്ള കൗണ്ടറുകൾ അവിടെ എല്ലാം നിറയ്ക്കുക, അതൊന്നും വിട്ടു പോകാറില്ല. ലോയിൽ കളിച്ചാലും നല്ല നല്ല കൗണ്ടറുകൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ 2 കുറ്റങ്ങളാണ് കണ്ടുപിടിച്ചത്. ഒന്ന് ഈ പ്രായത്തിൻ്റെ ഒന്നാണ്. രണ്ടാമത് കിണറ്റിൽ പോയിട്ട് കയറി വന്നതിന് ശേഷം ഫോൺ വാങ്ങിച്ച് വിളിക്കുമ്പം ഡയറക്റ്റ് വാങ്ങിച്ചിട്ട് നേരെ വെച്ചിട്ട് അത് ഒരു ഫോൾട്ടാണ് അല്ലേ? ഒന്ന് ഡയൽ പോലും ചെയ്യാതെ നേരെ ആ കൊച്ചിനെ വിളിക്കാണ്. ആ കൊച്ചിനെ അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ആരും ഡയൽ ചെയ്തിട്ടില്ല. ടൈമിങ്ങിന് വേണ്ടി പുള്ളി പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് ആ ഒരു സംഭവമാണ്. ആകെ 3 നമ്പറേ ഉള്ളൂ അതിനകത്ത്, അച്ഛൻ്റെ അമ്മയുടെ ഒന്നുമില്ല. അപ്പൊ ആ 2 ഫോൾട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷെ ഭയങ്കര ലൈഫായിട്ടാണ് നിങ്ങൾ ഈ സാധനം കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഭാവിയിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എവിടെ ചെന്നാലും. ഓക്കെ, അപ്പം എല്ലാം കൊണ്ടും ഇത് തൃപ്തികരമായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പം മാർക്സ് കൊടുത്തു തുടങ്ങാം, പൈസ കൊടുക്കാം. ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാം. ഞാനൊരു 16,000 രൂപ. 16,000 രൂപ. ഞാൻ ഒരു 2 ഫോൾട്ട് ഉള്ളത് കൊണ്ട് ഒരു 15,000 രൂപ കൊടുക്കുകയാണ്. 31,000 രൂപയായിട്ടുണ്ട്. പക്രുചേട്ടാ ദാ വന്നു ടോട്ടൽ 65,000 രൂപ. നല്ല എമൗണ്ടാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിൽ കൂടുതൽ വാങ്ങിക്കണം. തീർച്ചയായിട്ടും. ഫോൺ വിളിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ മുത്തിനോട് അന്വേഷണം പറയണം. സമ്മതിച്ചു കഴിഞ്ഞു, പിന്നല്ലാതെ അല്ലേ? പിന്നെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അടുത്ത സ്കിറ്റ് അല്ല, ഒരു 1 man ഷോ ആയാലോ? ഒരു വേറെ ഐറ്റം തരാം. ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ള ആളാണ്, ഒന്നിലധികം തവണ വന്നിട്ടുള്ള ആളാണ്. ഇച്ചിരിയുള്ളൂ, പൊടിക്കാച്ചിയാണ്. വയനാട്ടിൽ നിന്ന് വരും, അങ്ങ് അറ്റത്തൂന്ന്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഇവാനിയ. ഇതാണ് ഞങ്ങളുടെ ഇവാനിക്കുട്ടി. 3ാമത്തെ തവണ. എത്രാമത്തെ തവണ നമ്മൾ വരുന്നത്? 5ാമത്തെ തവണ. അങ്ങനെയാണ് നസീർക്ക നമ്മൾ സ്പെഷ്യൽ കഴിവ് എടുക്കണം. കാര്യം ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാള് ഇവാനിക്കുട്ടി മാത്രമേ ഉള്ളൂ. മോളെ ഇവാനിയ, പല്ല് കിളുത്തായിരുന്നോ? അവിടെ നാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കുറെ ആയിട്ടും പല്ല് കിളുത്തില്ല. അല്ല, അത് ഈ വയനാട് ചുര ഇടിയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇടിയോ? അതങ്ങനെ സംഭവിക്കുന്നതായിരിക്കും. അല്ല, അതെന്താ ഈ പല്ല് വരാത്തതിന്റെ കാരണം? മോളും പല്ലുമായിട്ട് എന്തെങ്കിലും മാനസികമായ അകൽച്ചയോ? ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണോ കാണുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് ഇവനുകുട്ടി? സെന്റ് ജോസഫ് UP സ്കൂൾ മേപ്പാടി. അപ്പൊ 5 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നു എന്ന് പറയുമ്പോ അവിടെ സ്കൂളിൽ സ്റ്റാർ ആയിരിക്കുമല്ലോ. സ്കൂളിൽ മാത്രമല്ല, നാട്ടിലും വയനാട്ടിലൊക്കെ അത്യാവശ്യം. മേപ്പാടിയിൽ സ്വീകരണമൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു. സ്വീകരണമൊക്കെ കിട്ടിയോ മേപ്പാടിയില്? പള്ളിയില് ട്രോഫി കിട്ടി. പിന്നെ എനിക്ക്
പൊന്നാട അണിഞ്ഞത്. എനിക്ക് വയ്യ. എന്താണ് ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, നീ അവിടെ പോയിട്ടില്ല ഇവിടെ പോയിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമ്പോ ഓരോ കുട്ടികൾ വിളിച്ചോണ്ട് പോയിട്ട് ഇതാണ് ഉമ്മ ഷോയില് പോയ കുട്ടി എന്നൊക്കെ പറയാം. സെൽഫി എടുക്കാറുണ്ടോ? സെൽഫി എടുക്കോ? ഉണ്ടോ? സെൽഫി ഒക്കെ എടുക്കുന്നത് എങ്ങനെ നിൽക്കുന്നത്? ഞാനിപ്പോ എന്റെ കൂടെ സെൽഫി എടുക്കുമ്പോൾ എങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെ. അപ്പൊ എല്ലാ തവണ ഇവാനിക്കുട്ടി വന്ന് ഓരോരോ കഥകൾ പറയും. ഇത്തവണ കഥയാണോ? ആ, ഇത്തവണ നമ്മൾ ഇവാനിക്കുട്ടിയുടെ കഥ കേൾക്കാൻ പോണം. അപ്പൊ ആ കഥ കേൾക്കാം. ഒരു നല്ല ഗൈഡ് കൊടുക്കുക കേട്ടാ. ഹായ്, ഞാൻ ഇവാന. പക്ഷേ ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ഈ ജീവബ്രോ എന്നെ വിളിച്ചതേട്ടില്ലേ, ഇവാനക്കുട്ടീന്ന്. ആക്ച്വലി ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമില്ലേ? ഞങ്ങള് കുട്ടികളാന്ന് കരുതി കൊച്ചേ കുഞ്ഞേ വാവേന്നൊക്കെ വിളിച്ച് ഞങ്ങളെ കൊച്ചാക്കല്ലേ ചെയ്യുന്നേ. സത്യത്തിൽ ഇതൊക്കെ ആരുടെ കണ്ടുപിടുത്തങ്ങളാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു കൊച്ചു കേരളത്തിലെ പാരന്റിങ്? ഞങ്ങള് ജനിച്ചാർന്ന കൈ കിട്ടിയ പാടെ ആരോ ഉണ്ടാക്കിയ ചില പ്രത്യേകതരം ഭാഷയ്ക്കും അവര് ഞങ്ങളോട് പറയാൻ പോവാ. ഫോർ എക്സാമ്പിൾ, ചോറ്, പപ്പം, വെള്ളം, ഇമ്പം, ഉറക്കം, ചാച്ചൽ, ദൈവം, തമ്പായി. ഇതിനൊക്കെ പുറമെ ഞാൻ എഴുതി പഠിക്കാൻ പോലും 2 വർഷം എടുത്ത ചായനശരം. ചാച്ചാ, ചീച്ചി, അച്ചായി, അടിച്ചും. ഇത് കണ്ടൊന്നും തീർന്നില്ല. കളിച്ചാൻ പോക, കുളിച്ചാൻ പോക, ടിവിയില് ചിമ്മ കാണാ, ചുന്ദരി ചുന്ദര. പിന്നെ സ്വന്തം ചിട്ടപ്പെടുത്തിയ കുറച്ച് പാട്ടുകളും. അമ്മയുടെ ചുക്കൂടു, അമ്മയുടെ ചുക്കൂടു, അമ്മയുടെ ചുക്കൂടു വാവയാണേ, അമ്മയുടെ ചുന്ദരി, അമ്മയുടെ ചുന്ദരി, അമ്മയുടെ ചുന്ദരി വാവയാണേ. അങ്ങനെ ചുക്കുട് ചക്കുട് ചുക്കുട് ചക്കുട്. അല്ല പിന്നെ ഒരു 3 വയസ്സ് വരെ ഭക്ഷണം തന്ന് കിടത്തി ഉറയ്ക്കും മേപ്പ് കിട്ടി കിളിക്കാൻ പറ്റി കൊട്ടി തന്നു ശീലിപ്പിച്ച ഞങ്ങളെ പെട്ടെന്ന് അങ്ങ് വിടും. എങ്ങോട്ടാ? സ്കൂളിലോട്ട്. എന്റെ പൊന്നങ്കിൾമാരെ, അവിടെ തുടങ്ങും ഞങ്ങളുടെ കഷ്ടകാലം. അതുവരെ സ്നഗ്ഗിട്ട് വന്ന് ബാത്റൂമിന്റെ പടി പോലും കാണാത്ത ഞാൻ എന്ത് ചെയ്യാനാ? പ്രത്യേകിച്ചൊന്നുമില്ല. സ്വരലോക ജലധാര ഒഴുകി ഒഴുകി ഉലകങ്ങൾ ആത്മാവിൽ തഴുകി തഴുകി ഇളം കാറ്റിൽ മധുമാരി പൂകി പൂകി വാനമൊരു വർണ്ണ ചിത്രം എഴുതി എഴുതി. പിന്നെ പറയാനുണ്ടോ അടുത്ത അപ്ഡേഷൻ? അതുവരെ പറഞ്ഞു തരുന്ന ചാച്ചാ ചീച്ചിയൊക്കെ മാറി മിസ് മേ ഗോ ടു ടോയ്ലറ്റ് ഓർ വാഷ്റൂം. എന്റെ പൊന്നങ്കിൾമാരെ, ഇവർക്ക് ഇത് നേരത്തെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാനായിരുന്നു. ഞങ്ങൾ പാവം കുട്ടികൾ ഏത് സാഹചര്യത്തിലും എളുപ്പം എഴുകിച്ചേരും. പക്ഷെ ഇതൊന്നുമല്ല ട്വിസ്റ്റ്. സ്കൂളിലെ അറ്റൻഡൻസ് വിളിയുണ്ട്. മെജോറിറ്റി പിള്ളേരും അനങ്ങില്ല. എന്താ കാര്യം? ഞങ്ങളീ പലവർക്കും സ്വന്തം പേര് പോലും അറിയില്ല. ടീച്ചർ 2-3 പേരങ്ങ് ഒരുമിച്ച് വിളിക്കും. പിന്നെ എനിക്ക് മനസ്സിലായേ ആ 2-3 പേര് ചേർന്നതാണ് എൻ്റെ പേരെന്ന്. ഏതേലും ഒരു പേരിട്ടാ പോരെ? അത് തന്നെ വീട്ടിലും വിളിച്ചൂടെ? സത്യത്തിൽ ഇവര് ഞങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കല്ലേ ചെയ്യുന്നേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ അപ്ഡേഷൻ വേണമെന്ന്. അപ്ഡേഷൻ വേണ്ടേ ജിയോമോനെ? ഓ സോറി ജിയോമോനെ, മോൻ ഓൾറെഡി അപ്ഡേഷനെ. സോറി. ഇനി നമുക്ക് മാറ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ്, മടി. കുട്ടികളിൽ മിക്കവർക്കുള്ളതാണ് മടി. അത് ഉറങ്ങാത്തേന് വഴക്ക് പറഞ്ഞ് കിടത്തി ഉറക്കും. അവര് തന്നെ ഞങ്ങളെ തട്ടി ഉണർത്തും. സത്യത്തിൽ ഇവര് തന്നെയല്ലേ ഞങ്ങളെ മടിയന്മാരാക്കുന്നേ. ചോറായി തരുമോ? ഇല്ല. അരച്ച് പേസ്റ്റ് ആക്കി തരും. ഫ്രൂട്ട്സ് ആയി തരുമോ? ഇല്ല. അടിച്ച് ജ്യൂസ് ആക്കി തരും. ഏത്തപ്പഴം പിന്നെ പറയണോ? അത് പുഴുങ്ങി ഉടച്ച് അതിലരി എടുത്തേ തരത്തുള്ളൂ. ഇങ്ങനെ കഴിക്കാൻ ശീലിപ്പിച്ച ഞങ്ങള് എങ്ങനെ സ്വന്തം ഭക്ഷണം കഴിക്കാനാ? നിങ്ങൾ തന്നെ പറ. ഇതൊന്നും ഒരു കുറ്റം പറച്ചിലായി ആരും കരുതല്ല. ഇതൊരു കുഞ്ഞിന്റെ ധീരവോദനമാണ്. അങ്ങനെ എന്റെ ജീവിതം കുറുക്കും ജ്യൂസും കൊണ്ടുപോയി. എവിടെ ചെന്നാലും അപമാനം. അങ്ങനെ എന്റെ ജീവിതം സ്നഗ്ഗി കൊണ്ടുപോയി. ഇപ്പോഴും ഞാൻ സ്കൂളിൽ ചെന്ന
ജലധാര ഒഴുകും. പിന്നെണ്ടല്ലോ നസീർക്ക, ഞാൻ പണ്ട് കുഞ്ഞതായിരുന്നപ്പോ എന്റെ അച്ഛനും അമ്മയും പറയും കോക്കാച്ചി വരുന്ന പറഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം കഴിപ്പിക്കായിരുന്നു. ആദ്യമൊക്കെ വല്ല ഭൂതോ പ്രേതായിക്കുന്നു കരുതി ഞാൻ പെട്ടെന്ന് തിന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തെ എന്തായിരിക്കും പോലീസ് വരുന്ന പറഞ്ഞ് ഭക്ഷണം കഴിപ്പിച്ചേന്നാ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോ നിങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ പാരസിനെ മൊത്തം കുറ്റം പറയാന്ന്. എന്റെ പൊന്നച്ഛനമ്മമാരെ, നിങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു തന്നു. നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള പല വാക്കും ഗുളുഗുളു പോലും ഗൂഗിളിൽ പോലും അടിച്ചു നോക്കിയാ എന്റെ പൊന്നച്ഛനമ്മമാരെ, നിങ്ങൾ കൊഞ്ചാണെങ്കിലും ഉള്ളതുപോലെ പറഞ്ഞു തന്നു. എന്റെ ഡിയർ പാരന്റ്സ്, ഇതൊക്കെ വെറും ജസ്റ്റ് ജോക്കിന് വേണ്ടി പറഞ്ഞല്ലേ. നിങ്ങളില്ലേ, നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഹീറോസ്. ഞങ്ങളുടെ ഹീറോസിന് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. പിച്ച നടന്നാലോ പൊന്നെ അച്ഛൻ പിടിക്കാലോ, കൊച്ചുമണി കിലുക്കി നീ പിച്ച വെച്ച് നടക്ക്, ഒരടി വെച്ചാലോ ചെന്നിരടി മൂളാലോ, പായ വിരിക്കാതെ നെഞ്ചിൽ കൊഞ്ചു ചുരക്കാലോ, മാനം കറുത്തല്ലോ പൊന്നെ മേഘം കറുത്തല്ലോ, പാട്ടൊന്ന് പാടിത്തരാൻ അമ്മ ഇന്നില്ലല്ലോ, കുഞ്ഞു വിരലുകളിൽ അച്ഛൻ പൊന്നു പറിച്ചു തരാം, നെല്ലോളിക്കാലുകളിൽ പൊന്നെ വെള്ളിക്കോലു സുതരാം, വയവെരിയുമ്പോൾ അച്ഛൻ പാപ്പം കോരിക്കി തരാം, കോരിക്കുടിക്കാനോ കണ്ണെ കുത്തിത്തരാം, പുള്ളിപ്പശുവുണ്ട് വീട്ടിൽ കുട്ടിക്കിടാവുണ്ട്, അമ്മിന്റെ പാലു തരാൻ അമ്മ ഇന്നില്ലല്ലോ, പിച്ച നടന്നാലോ പൊന്നെ അച്ഛൻ പിടിക്കാലോ, കൊച്ചുമണി കിലുക്കി നീ പിച്ച വെച്ച് നടക്ക്. അടിപൊളി, ഒരു നല്ല കൈഡി ഇവാനിക്കുട്ടിക്ക്, ഒരു അടിപൊളി. അങ്ങനെ അവസാനം ഇവാനിക്കുട്ടി വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ അല്ലെ ഉള്ളിലെ വിഷമങ്ങളാണ്. എന്തൊക്കെ എല്ലാ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവാനിമോളെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തല ആരാണ്? അമ്മ പഠിപ്പിച്ചെന്നു. ആ, എപ്പോഴും എഴുതിയതും അമ്മയാണോ? അല്ല, പിന്നെ കാവ്യാന്റി എന്ന് പറയുന്ന ഒരു ആന്റി. ആന്റിയാണ് എഴുതിയത്. ഓ, എന്നിട്ട് അമ്മ അത് പഠിപ്പിച്ചു വന്നു അല്ലേ? ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും ആരാ പറയാനുള്ളൂ? അവര് തന്നെ പറയാനുള്ളൂ അല്ലേ? ആ, വേറെ ആരും ഇല്ല പറയാം. ഒരാൾ വന്നു, തന്നെ പറഞ്ഞ കൊച്ചിന്റെ കാര്യം പറയേണ്ട വന്നു. അല്ല, അതല്ല, അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു നല്ല കലാകാരി ഉണ്ടെന്ന് പറയാനുള്ള കാര്യം ആ കുട്ടികളുടെ വേദനയായിട്ട് അവൾ തന്നെ അത് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു എന്നുള്ള. അപ്പൊ അത് നമുക്ക് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതെ, നമുക്ക് തന്നെ തോന്നിയ ഇങ്ങനെയൊക്കെ അല്ലേ, ശരിയല്ലേ, നമുക്കൊന്ന് മാറ്റി പിടിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ മോളത് അവതരിപ്പിച്ചു കേട്ടോ. ചേട്ടാ, ഇവാനിക്കുട്ടി പാടിപ്പൊളി. താങ്ക് യു. ഇവാനിക്കുട്ടി ഒരു വരവുകൾ വന്നു കഴിഞ്ഞാൽ അത് അറിയിച്ചിട്ടേ പോകാറില്ല കേട്ടാ. ഈ അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാല്. നമ്മളൊക്കെ ഇപ്പൊ പലരും മാറ്റി പറയുന്നുണ്ട്, കാരണം പേടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കുട്ടികളെ. കോക്കാച്ചി കീക്കാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് പറയുന്നു, അങ്ങോട്ട് പോലെ കോക്കാച്ചി വരുമെന്ന് എന്നോട്. എല്ലാം ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞ കേട്ടാ. 5 പ്രാവശ്യം ഒരു കുട്ടി ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കയ്യിലില്ലാതിരിക്കില്ല. ഒരു വലിയ ആള് പോലും എനിക്ക് തോന്നുന്നു 5 പ്രാവശ്യം അങ്ങനെ വന്നിട്ടില്ല. മോള് ഇവാനിക്കുട്ടിയാണ് ഇവിടെ 5 പ്രാവശ്യം വന്നേക്കണത്. എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഈ അടുത്തെങ്ങും കാണാൻ പറ്റാത്ത പെർഫോമൻസ് ആണ് ഇവാനിക്കുട്ടി ഇവിടെ കാഴ്ചവെച്ചത്. അല്ല, അതെന്താന്നറിയാം, ആദ്യം വന്നപ്പോൾ ഉള്ള ഇവാനി അല്ല ഇത്, ഒരുപാട് മാറി എല്ലാ കാര്യത്തിലും. ഞാൻ പറയണത് ഒരു വരവ് കൂടി വരേണ്ടി വരും. ഇനി വരും. ഇവാനിക്കുട്ടി അടിപൊളി കേട്ടോ, സൂപ്പർ. പക്ഷെ ഇനി വരുന്നത് പല്ല് കിളുത്തിട്ടേ വരാവുള്ളൂ. ആരാ വന്ന കൂടെ? ചേച്ചിയാ? ആരാ വന്ന കൂടെ? ചേച്ചിയാ? ആ, ചേച്ചി. ചേച്ചിയുടെ ചേച്ചി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ചേച്ചിയെ വിളിക്കാം, ഇവാനിക്കുട്ടിയുടെ ചേച്ചിയെ വിളിക്കാം. ഇവാനിക്കുട്ടി ചേച്ചിയുടെ എന്താ ചേച്ചിയുടെ പേര്? ഞങ്ങള് ചേച്ചി കുട്ടീന്ന് വിളിക്കാൻ വന്നാ, പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ കുട്ടി വിളിക്കരുത്. അതെ. ചിയോണ എത്ര പഠിക്കുന്നേ? 8-ല്. നിങ്ങൾ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? ഡിഫറൻറ്റ് ഉണ്ട്? 5 വയസ്സിന്. 5 വയസ്സിന്. അപ്പൊ ഒരു ചേച്ചി നല്ലൊരു വലിയൊരു ചേച്ചി ആയിരിക്കും അല്ലേ? ഇവന്നെ എന്താ പറയാ, എന്താ വിളിക്കണത്? അച്ചുട്ടീന്ന് വിളിക്കും. അച്ചുട്ടി. അതെന്തിനാണ് ഇവാനിന്ന് വിളിച്ചാ പോരെ? അല്ല, ഞങ്ങളെന്തിനാണ് രണ്ടുപേരൊക്കെ വിളിക്കുന്നത്? അതെ, ഞങ്ങൾ എന്തിനാണ് 2 പേര് വിളിക്കണത്? ഒരു പേര് സ്കൂളിലും ഒരു പേര് വീട്ടിലും. അതെന്തിനാ വിളിക്കണത്?
അത് അങ്ങനെ വിളിച്ച് ശീലമായി പോയി. അത് ചെറുപ്പം മുതലേ അവളെ അച്ചുട്ടീന്നാ ഞാൻ വിളിക്കാറ്. പിള്ളേരായി കഴിയുമ്പോ അച്ഛനും അമ്മക്കൊക്കെ ചില ഒരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും. അത് അല്ലേ പ്രകടിപ്പിച്ചു പോകും. നമ്മളെ ഈ പല്ലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ? പല്ല് പറിക്കാന് അവള് സമ്മതിക്കില്ല. അവക്ക് ഭയങ്കര വേദന ഒരു ആ, കരയും. അപ്പൊ വന്നിട്ടുണ്ട്, എടുത്ത് കളഞ്ഞാണെന്നോണ്. ആ കറക്റ്റ് ആയിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് പല്ലല്ലേ? ബാക്കിയെല്ലാം സെറ്റായി. ഇയോണ എന്തെങ്കിലും ചെയ്യോ? ആ ഞാനിവിടെ ഒരു വട്ടം സ്റ്റാൻഡപ്പിന് വന്നിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കിട്ടാ വന്നത്. ശരിയോ? ആണോ? സെറ്റാക്കിയ കാര്യം എന്താന്ന് പറ. സെറ്റാക്കിയ കാര്യം അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. അല്ലാ. ചോദിക്കൂ. അതാ അവള് അവരാണ് മെയിൻ ആൾക്കാരെ. ഞാൻ സൈഡ് ആദ്യം അവള് ചോദിച്ചോട്ടെ. ചോദിക്കേ. അടുക്കളയിലുണ്ടാകുന്ന 3 അസുഖങ്ങളുടെ പേര്. അടുക്കളയിലുണ്ടായിരുന്ന 3 അസുഖം. അടുക്കളയിലുണ്ടായിരുന്ന 3 അസുഖം. ഗ്യാസ് ഒന്ന്, ആ അടുത്ത വേണം ഷുഗർ ഒന്ന്, സാൾട്ട് ഒന്ന്, പ്രഷർ. പ്രഷർ. സാൾട്ട് കറക്റ്റാ. കൂടി കഴിഞ്ഞാൽ അസുഖമാണല്ലോ. കറക്റ്റാണോ? കറക്റ്റാണോ? ഞാൻ ചോദിക്കാം. ഇത് ഒരു ജന്തുവാണ്, ഒരു ജീവിയാണ്. ഇത് മലയാള അക്ഷരത്തിന്റെ ഒരു അക്ഷരത്തിന്റെ പകുതിയാണ് ഈ ഒരു ജീവിന്റെ പേര്. പറയാൻ പറ്റുമോ? ഒരക്ഷരത്തിന്റെ പകുതിയാണ് ജീവിയുടെ ആ ഒരക്ഷരത്തിന്റെ പകുതി ജീവിയുടെ പേരോ? അതേത് അതേക്കട്ടെ ആരാക്കി അരണയാണോ? ആ കരച്ചു. അരണ അരണ. കറക്റ്റാ. ഒന്നും കൂടെ ഉണ്ട്. ചോദിക്കേ. ഒരാൾക്ക് കുളിക്കണം, അതിന് വീട്ടിൽ വെള്ളമില്ല, ആകെയുള്ളത് ഉപ്പും പായസവും മാത്രം. അയാൾ എങ്ങനെ കുളിക്കും? ഉപ്പ് തിന്നാ വെള്ളം കുടിക്കും, അങ്ങനെ വല്ലതും ആണോ? അല്ല, ഉപ്പെടുത്ത് പായസത്തിൽ ഇട്ട് കഴിഞ്ഞാല് അത് കുളമാവൂലേ? ആ കുളത്തിൽ മുങ്ങി കുളിക്കും. എന്താണ് എന്റെ പല്ലിനെ കുറിച്ച് പറഞ്ഞില്ലേ നസീർക്ക? എന്റെ പല്ലിപ്പൊ പോയി. എന്നാ കുറച്ച് കഴിയുമ്പോ നസീർക്കാന്റെ പല്ലും പോവും. അപ്പൊ ഞാൻ ഉപ്പൂപ്പാ നയിക്ക് വിളിക്കാം. അതിപ്പോഴേ വിളിച്ചോ, എന്തിനാ പിന്നത്തേനാക്കുന്നത്? അപ്പൊ ശരി, പോകൂലേ? അപ്പൊ ഈ നമ്മുടെ മേഴ്സി അമ്മച്ചി ഇവിടെ ആ അമ്മ വന്നിട്ടില്ല പ്രാവശ്യം. ഞങ്ങളുടെ എല്ലാവരും അന്വേഷണം പറയണം കേട്ടോ. ഞങ്ങൾ എല്ലാരും മിസ് ചെയ്തു എന്ന് പറയണം. അപ്പൊ ലിയോണയ്ക്ക് വേനക്കുട്ടിക്ക് നല്ലൊരു കൈഡി കൊടുത്ത് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ടാറ്റാ. ഉപ്പയോട് ബൈ പറ. ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരെ ടീം ട്രിപ്പിൾ എസ്. ശ്യാമ്, സൂര്യശ്രീ, ചെൽവരാജ്, അടിക്കൈ. ഇറങ്ങ്. ഈ വീടിന് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം. ചേട്ടാ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാ മഹേഷ് ചേട്ടാ എന്നോട് ഇറങ്ങി പോവാൻ പറയുന്നത്? നീ ഒരു തെറ്റും ചെയ്തില്ലേ? നീ ചെയ്ത തെറ്റാണ് ഇങ്ങനെ കോളുകൾ വന്നോണ്ടിരിക്കുന്നാണ്ടാ. ഞാൻ അറിഞ്ഞോണ്ടാണോ ഞാൻ ഇത് വല്ലതും ചെയ്തത്? എന്റെ ചേച്ചിമാരെ നിങ്ങൾ കേൾക്കണം. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ് ഈ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന ഈ കാർ എടുത്ത് OLX-ൽ ഇടാൻ പറഞ്ഞു. ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്ത് OLX-ൽ ഇട്ട്. സത്യമായിട്ട് ഞാൻ കണ്ടില്ല ഇങ്ങാരുടെ അച്ഛൻ അതിന്റെ അടുത്ത് വന്ന് പത്രവും വായിച്ചോണ്ടിരിക്കുന്നു. ഇങ്ങാര് പറയുമ്പോ അങ്ങാരുടെ അച്ഛനെ ഞാൻ OLX-ൽ ഇട്ട് വിൽക്കാൻ ശ്രമിച്ചത്. നീ അത് മാത്രമാണോ ചെയ്തത്? അതിന്റെ അടി നീ ക്യാപ്ഷൻ എഴുതി വിട്ടെന്തിന്? ടർബോ എഞ്ചിൻ, പിന്നെന്താ വിന്റേജ് കാറെന്ന്. നിങ്ങളുടെ അച്ഛനെ പറയണേ വിന്റേജ് കാറെന്നല്ല, പിന്നെ വിന്റേജ് കാർമോർ എന്ന് വേണം പറയാനായിട്ട്. നീനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. കണ്ണ് കാണാത്തൊരു വൃദ്ധനെയാണ് നീ കളിയാക്കിയിരിക്കുന്നത്. കണ്ണ് കാണാത്തൊരു വൃദ്ധനെ കേക്കണം. കഴിഞ്ഞ ആഴ്ച ഇങ്ങാരെയും കൊണ്ട് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി തിമിരത്തിന്റെ ശസ്ത്രക്രിയക്ക്. അന്ന് അച്ഛൻ ആ സിസ്റ്ററോട് ചോദിച്ചെന്തോന്നറിയാമോ? സുധർമ്മ സിസ്റ്ററെ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ചുവന്ന ബ്ലൗസ് ആയിരുന്നല്ലോ, ഇന്നെന്താ പച്ച ഇട്ടേന്ന്. അല്ല അതെ, എന്റെ അമ്മ മരിച്ചപ്പോഴത്തേക്ക് അച്ഛന് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. സിസ്റ്ററിന്റെ ആങ്ങളെ വരുമ്പോ അസുഖം അങ്ങ് തീർത്തത്. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. നീ ഒരു കൂടുതൽ ന്യായമൊന്നും പറയണ്ട. കുടുംബമാകുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പിണങ്ങേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? നാളെയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് ഡിഷ് ഞാൻ ഉണ്ടാക്കി തരും. ചിനാക്കോ പിനാച്ചി. നിന്റെ ചിനാച്ചോ പിനാച്ചിയെ ഈ കലത്തിൽ ഇവിടെ വേവൂല. ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങ്. നീ എന്തോന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയത്? നീ എന്തോന്ന് ഇവിടെ എന്തോ കാണിച്ചു കൂട്ടുന്ന പറയുന്നത്? നേരെ ചൊവ്വ അന്തസ്സായിട്ട് തന്നെയല്ലോ എന്റെ അച്ഛൻ നിങ്ങളെ കയ്യിലോട്ട് പിടിച്ചു തന്നത്. 4 ആൾ അറിയ തന്നെയല്ലോ എന്നെ കയ്യിലോട്ട് പിടിച്ചു തന്നത്. എടി, നിനക്ക് എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? നിനക്ക് എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? അപ്പൊ തന്നെ 3 പ്രാവശ്യം അച്ഛനെ പറഞ്ഞു. എന്റെ അച്ഛനാണെങ്കിൽ എനിക്ക് കൺകണ്ട ദൈവമാണ് എന്റെ അച്ഛൻ. എന്റെ ദൈവമാണ് എന്റെ അച്ഛൻ.
ദൈവം കഴിഞ്ഞ ആഴ്ച ഈ ദൈവം ഇങ്ങാരുടെ പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്തപ്പം ആ ദൈവത്തിന്റെ ഉച്ചയിലിടുന്ന മുടി വലിച്ചു വീഴുന്ന മനുഷ്യനാ ഇങ്ങാര്. ദൈവം അല്ല അത് നമ്മുടെ അച്ഛനും മക്കളും സ്നേഹത്തോടെ നമ്മളെ പലതും കാണിക്കും. സ്നേഹത്തോടെ പറയും 4 ആൾ അറിഞ്ഞാലല്ലോ എന്നെ കെട്ടിച്ചത്. എടി നീ വീട്ടിൽ കാലുകുത്തിയതിന് ശേഷമാണ് ഇവിടെ കലഹം ഉണ്ടാവുന്ന അറിയാം. ഭയങ്കര കലഹമല്ലയോ? എല്ലാരും കാണുക 4 ആൾ അറിഞ്ഞ് തന്നെ എന്നെ ഈ വീട്ടിനകത്തോട്ട് കൈപിടിച്ച് കയറ്റിയത്. അത് കറക്റ്റാണ്. 4 ആളെ ഉള്ളായിരുന്നു. ഇവളെ അച്ഛനും ഇവളെ അമ്മ ഇവളെ അനിയത്തി ഇവള്. കാരണം 5ാമത് ആള് വന്നു കഴിഞ്ഞാൽ സദ്യ കൊടുക്കണം. എന്നെ എന്ത് വേണമെന്ന് പറഞ്ഞു. എന്റെ വീട്ടുകാരെ എന്തേലും പറഞ്ഞ മഹേഷേട്ടാ എനിക്ക് പിടിക്കത്തില്ല. നിനക്ക് പിടിക്കത്തില്ല. നീ എന്തോ നീ ഇറങ്ങത്തില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. നീ എന്തിനോട് നിൽക്കുന്നത്? ഇറങ്ങണേ. നമസ്കാരം. നമസ്കാരം. OLX-ൽ ഒരു കാറ് വിൽക്കാനുണ്ടെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. അയ്യോ അത് ഞങ്ങളാ. ഇത് മഹേഷേട്ടൻ എന്റെ ഹസ്ബൻഡ്, ഞാൻ ബീന. ഞാൻ ആറ്റിങ്ങൽ പാപ്പച്ചൻ. അയ്യോ അത് കാക്കെടുത്ത് തിന്നൂലേ? എന്തോന്ന് പാപ്പ ആറ്റിങ് വെച്ചിട്ട് ഇവിടെ നിന്നാ ഈ കോമഡിയും കൂടെ OLX ഇട്ടുകൊണ്ടിരുന്ന അവിടെ വിറ്റ് പോയാലോ? അല്ല ഇത് വണ്ടി കൊടുക്കുവോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ബ്രേക്ക് ഡൗണാ? അയ്യോ ബ്രേക്ക് ഡൗൺ അല്ല. നമ്മൾ പറഞ്ഞ വിലയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്ന്. അപ്പൊ എത്ര രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാം? നമുക്കൊരു 5 ലക്ഷം രൂപയാണെങ്കിൽ ഈ വണ്ടി കൊടുക്കാം. ഈ പാപ്പച്ചൻ ഒരു കാര്യം മോഹിച്ച സത്യമായിട്ടും വീനെ കൊണ്ടേ പോകും. നീ മാറിപ്പോയി. ഞാൻ പറഞ്ഞത് വണ്ടി കൊണ്ടേ പോകും. അതാ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? നമുക്ക് ഞാൻ ഒരു 4 ലക്ഷം രൂപ രണ്ടുപേരുടെയും കയ്യിലേക്ക് അങ്ങ് തരും. എനിക്ക് വണ്ടി തരിക. അയ്യോ നടക്കൂല സാറേ, അത് ഭയങ്കര നഷ്ടമാണ്. ശരി, ഞാൻ എന്നാൽ ഒരു 4.5 ലക്ഷം രൂപ കയ്യിലേക്ക് തരും. പക്ഷേ ഒരു കണ്ടീഷൻ. നിങ്ങൾ ഈ പോസ്റ്റിൽ ഒരാളെ ഇട്ടില്ലിരുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, പത്രം വായിച്ചോണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ. അയാളെ കൂടെ ഇനി തന്നേക്കണം. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആക്കിയോ. സാറേ ഒരു മിനിറ്റ് ആലോചിച്ച് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. മനുഷ്യൻ നാണം കെടുത്തി നീ അടങ്ങുള്ളൂ. അവിടെ ചോദിച്ചാൽ എന്റെ അച്ഛനെ കൂടെ വേണം. എന്താ തീരുമാനം? സാറേ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്ന്. 5 ലക്ഷത്തിൽ 1 രൂപ കുറയില്ല. ഇങ്ങനെ പിടിവാശി പാടുണ്ടോ മഹേഷേ? കച്ചവടമാകുമ്പോ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം, അതല്ലേ? അതാണ് നഷ്ടക്കച്ചവടം ഭയങ്കര. 5 ലക്ഷത്തിൽ കുറയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വണ്ടിക്ക് റഷ്യൻ സർക്കസ് ഉണ്ടോ? ഞാൻ ഈ 4 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു. വണ്ടിക്ക് റഷ്യൻ സർക്കസ് ഉണ്ടോ? സാറേ ഈ വണ്ടി ഞങ്ങളല്ലാതെ ഒരു സർക്കസുകാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കുകയില്ല. അങ്ങനെ സർക്കസുകാർക്ക് കൊടുക്കേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വണ്ടി നമ്മള് റോഡിലൂടെ ഓടിക്കൂലേ? അപ്പോൾ ഏതെങ്കിലും വണ്ടിയിൽ ഒന്ന് പ്ലാഞ്ചോ ഒന്ന് പ്ലീഞ്ചോ ഒന്ന് ക്ലീച്ചോ ചെയ്താൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന സംഭവം ഇൻഷുറൻസ്. പിന്നെ ഇനി 5 കൊല്ലം കൂടെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു 4.5 ലക്ഷം രൂപ കയ്യിലേക്ക് തരാം. 450 ഉറപ്പിക്കാം. കച്ചവടം നടക്കും സാറേ. ഞാൻ 450 നഷ്ടക്കച്ചവടമില്ല. നീ ഇറങ്ങ്. അത് വിട്. ഇതെന്തോന്ന്? ആരെങ്കിലും ഒരാൾ വരാനിരുന്നാ കൊടുത്തുവിടാൻ വേണ്ടിട്ട്? ഇതെന്തിനാ എന്നെ കൂടെ പറയാൻ കാര്യം എന്തോ? അല്ല നിങ്ങളെ കൂടെ അല്ലെന്ന്. പിന്നെ എവിടെ വീട്ടിൽ പോട്ട് സാർ എങ്ങോട്ടെങ്കിലും പോ. ഇടോ വണ്ടി കച്ചവടം നടന്നില്ലെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ വീട്ടിൽ പറഞ്ഞു വിടേണ്ട കാര്യം എന്തോ? സാറേ ഇവള് ചെയ്ത തെറ്റ് സാറിന് അറിഞ്ഞൂടാ. എന്താ ഇത്? എന്ത് ചെയ്തു? സംഭവം എന്താ പറ്റിയേ? സാർ ഇങ്ങനെ പറഞ്ഞു ഈ വണ്ടി എടുത്ത് OLX-ൽ ഇടാൻ വേണ്ടിട്ട് പറഞ്ഞു. ഞാനാണ് ആ കൂട്ടത്തില്. ഞാൻ അച്ഛന്റെയും കൂടെ ഫോട്ടോ ഞാൻ അറിഞ്ഞില്ല സാർ എടുത്ത് ഞാൻ OLX-ൽ ഇട്ടു. ഇപ്പൊ നാട്ടുകാരോട് മൊത്തം പറയും അങ്ങാരെ എടുത്ത് വിൽക്കാനായിട്ടോ ഞാൻ OLX-ൽ ഇട്ടേന്ന് പറയുവോ സാർ? ഇപ്പൊ ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്. ഇതിനെക്കാട്ടിയും വലിയ കാര്യങ്ങൾ എന്റെ വീട്ടിൽ നടന്നിട്ടില്ലേ? എന്റെ അച്ഛൻ ഒരു ദിവസം ഊട്ടി പോണോന്നും പറഞ്ഞ് ഭയങ്കര പിടിവാശി. അങ്ങനെ ഭാര്യ തെറിവിളിയായെന്ന്. ഇവക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നു. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വീട്ടിലിരിക്കുന്നത്. തുറന്നിട്ട് പിടിച്ചങ്ങ് അടച്ച്. അയ്യോ എന്നിട്ട് അച്ഛൻ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ വെയിലത്തിട്ട് ഒന്ന് നൂത്തെടുത്ത് വെച്ച് ഒരു കുഴപ്പമില്ല, പഴയ കണക്ക് തന്നെ ഉണ്ട്. പെണ്ണുങ്ങൾ ദേഷ്യം തെരുവിളിച്ചാൽ അവർ ചെയ്യൂലേ? അല്ല സാറേ അത് മാത്രമല്ല ഇവള് ഞാൻ ഒന്നും ചോദിച്ചാലും തരത്തില്ല. അവള് എന്താണ് നമ്മുടെ ഭർത്താവല്ലേ? നമ്മളെ ഭാഗത്തു നിന്നല്ലേ അങ്ങനെയുള്ള സഹകരണവും സ്നേഹവും ഒക്കെ വേണ്ടേ? അല്ലല്ല തന്നിട്ടുണ്ട്. ഒരു ദിവസം അടുക്കളയിൽ ചെന്ന് എത്തി നോക്കിയപ്പോ ചിരവയ്ക്ക് ഒരെണ്ണം തന്നു. പിന്നെ കുളിക്കാൻ വേണ്ടി കപ്പെടുത്ത് വെള്ളം കോരുമ്പോഴത്തേക്ക് മുതുകത്ത് മൊന്തയ്ക്ക് ഒരെണ്ണം തന്നു. എടോ നമ്മൾ ഈ പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് ഓരോന്ന് മേടിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം? നമ്മൾ ആണുങ്ങളല്ലേ, ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താന്ന്? നമ്മൾ സ്ത്രീകൾ നമ്മളെ തല്ലി, അപ്പൊ നമ്മളത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഒരിക്കലും ചെയ്യരുത്. അല്ല നമുക്ക് കിട്ടിയത് നമ്മൾ മറ്റുള്ളവർക്ക് പറയണ്ടേ സാറേ? അതല്ലേ ഒരിക്കലും പറയരുത്. കടിച്ച് പിടിച്ച് നമ്മൾ ഇങ്ങനെ നടക്കണം, നെഞ്ചി കിടക്കണം. ഇത് ഈ സാധനം അങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടാ? ഞാനുണ്ടല്ലോ. സീബ്ര ലൈൻ പോലെ മുതുകത്ത് കിടക്കുന്നത് ഞാൻ പറയുന്നു. പറയത്തില്ല. കണ്ടു പഠിക്കണം സാർ. ഇത്രയും വർഷമായല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു സഹായം എനിക്ക് ഈ മനുഷ്യൻ ചെയ്തു തന്നിട്ട് ഒരു സഹായം. മനുഷ്യനാണോ?
നിന്നെ ഞാൻ സഹായിച്ചില്ലെന്നാണ് നീ പറയുന്നത്? തന്നിട്ടില്ല. എടി നീ മോളെ, നീ ഇന്നലെ കിടന്ന് ഉറങ്ങിയ സമയത്ത് നിന്റെ തലയിൽ തലകണ വെച്ചെന്ന് ആരാ? ഈ ഞാനാ. അറിയാമോ? ഈ ഒരുപാട് വലിയ വെയിറ്റ് ഒന്നും പൊക്കി എടുക്കല്ലേ. ഈ കൈയൊക്കെ ഉളുക്കൂലേ? കൈ ഉളുക്കും, ദേഹവും നടുവൊക്കെ ഉളുക്കി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇത്രയും വലിയ റിസ്ക് പിടിച്ച പരിപാടിയൊന്നും ചെയ്യല്ലേ. തലയണ എടുത്ത് പൊക്കിയിരുന്നു. സാറേ, ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ വിജയിക്കും. ആരോട് പറയാൻ? ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നതിന് എന്നെ വരച്ച വരയിൽ നിർത്താൻ ഇയാൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് സാർ. ഞാൻ വരച്ച വരയിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വരച്ച് വരയിൽ നിർത്തും. ഞാൻ നിർത്തും. എന്നാ പിന്നെ വരയ്ക്കാത്തത്? ഞാൻ കുനിഞ്ഞ് വരച്ചു കഴിഞ്ഞാലേ ഇവള് പിറകെ കൂടെ ഒന്ന് തുടുപ്പിലടിക്കും. അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. അതൊക്കെ എന്റെ ഭാര്യ. ഞാൻ എന്തെങ്കിലും സംസാരിച്ച അവള് മൂളി കേട്ടോണ്ട് കിടക്കുള്ളു. കമാന്നൊരു അക്ഷരം മിണ്ടൂലല്ലോ എന്റെ ഭാര്യ. കമാന്നൊരു അക്ഷരം മിണ്ടൂല. സാറ് എപ്പോഴാണ് ചോദിക്കണ? അവൾ ഉറങ്ങുമ്പം. അല്ല നമ്മൾ സംസാരിച്ചാലേ അല്ല സാറ് മൂളി കേൾക്കും പറഞ്ഞു. പിന്നെ അവക്ക് കൂർക്കം വലിക്കണ്ടേ? അവള് കൂർക്കം വലിച്ചത് മൂളി കേൾക്കും. അങ്ങനെ ഉണ്ടല്ലേ? അല്ല സാറേ, ഇത് നിങ്ങൾ ഈ മൂളി കേൾക്കുന്ന സമയത്ത് നിങ്ങൾ രാവിലെ കാണൂലേ? തങ്ങൾ കാണൂലേ? എന്തിന്? അവൾ എഴുന്നേക്കുന്ന 4 മണിക്ക് അലാറം വെച്ച് നമ്മൾ എണീച്ച് പോണം. എന്തിന് ഫേസ് ടു ഫേസ് കാണുന്നതല്ലേ വിഷയം ഉണ്ടാവുന്ന? നമ്മൾ ആണുങ്ങളാണ് കീപ്പ് ചെയ്യേണ്ടത്. കണ്ടു പഠിക്കുക. അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം എന്ന് പറയുന്നത്. സാറിന് ഒരു കാര്യം അറിയോ? ഒരു ആഹാരം ഞാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് കൊള്ളത്തില്ലെന്ന് പറയും. അത് നമ്മൾ കഴിക്കുന്ന വായിൽ വെച്ച് കഴിക്കുന്ന ആഹാരമാണ്. കൊള്ളൂല, ഞാൻ കൊള്ളൂലെന്ന് തന്നെ പറയും. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? സ്വന്തം ഭാര്യ ഉണ്ടാക്കി തരുന്ന ആഹാരം കൊള്ളൂലെന്ന് പറഞ്ഞത്? പിന്നെ കൊള്ളൂലെന്ന് പറയണ്ടേ? അങ്ങനെ പറയരുത്. നമ്മുടെ ഭർത്താക്കന്മാരെ പൊക്കിള് നട്ടല്ലൊട്ടും. അതറിയോ? അതെങ്ങനെ ആഹാരം കൊള്ളുന്ന പറഞ്ഞ പൊക്കിള് നട്ടല്ലൊട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം അവളൊരു കറി ഉണ്ടാക്കിയപ്പോ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അവൾ 1.5 മാസം എന്നെ പട്ടിണി കിട്ടും. അറിയോ? എന്റെ ആ പൊക്കിള് നട്ടല്ലൊട്ടി. ഈ അനുഭവം മറ്റൊരുത്തരും ഉണ്ടാവരുത്. നമ്മള് സപ്പോർട്ട് ചെയ്ത് വിടണം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങനെ പോണം. ജീവിതം അങ്ങനെ ഇങ്ങനെ അറിയത്തില്ല സാറേ. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം, ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം. അറിയാമോ? സ്ത്രീ എന്താന്ന് തനിക്ക് അറിയാവോ? സ്ത്രീ ആരാണ്? സ്ത്രീ ആരാണ്? സ്ത്രീ ആരാണ്? സ്ത്രീ ആരാണ്? ആരാണ്? സ്ത്രീ ആരാണ്? സ്ത്രീ ആരാണ്? അതല്ല ഞാനും അന്വേഷിക്കുന്ന. വീട്ടില് 3-4 പേരുണ്ട്. ആരാണ്? അതല്ല, നിങ്ങള് കൂടുതൽ കളിയൊന്നും ആക്കണ്ട. സ്ത്രീ ആരാണ്, സ്ത്രീ എന്താണെന്ന് എനിക്കറിയാം. പറ. സ്ത്രീ എന്ന് പറഞ്ഞാൽ 10 മാസം നൊന്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് സ്ത്രീ. അതാണ് സ്ത്രീ. അതാണ് സ്ത്രീത്വം. ആരും പറയാത്ത ഒരു ചോദ്യത്തിന് ആൻസർ ആണ് ഈ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാണ് ഈ ഇതൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ സ്നേഹം ഇല്ലാതെ ഇങ്ങനെ കാണിക്കുന്നത്. അതല്ല, സ്ത്രീയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. സാറേ, സ്നേഹം എന്ന് പറഞ്ഞ എന്തോ നിങ്ങൾക്ക് അറിയത്തില്ല. ജീവിതം എന്തോന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് ആ കിടക്കുന്ന ചുവന്ന കാറില്ലയോ, ഇന്നേ വരെ ഈ കാറിനകത്ത് ഞാൻ കയറിയിട്ടില്ല സാറേ. ഈ വണ്ടി എന്തുകൊണ്ടാണ് OLX ഇട്ടത്? ഇങ്ങനെ മാത്രം കിടന്ന് കറങ്ങും, ഞങ്ങളെ കൊണ്ടുപോകത്തില്ലെങ്ങും. അങ്ങനെ സൂചിക്കണ്ട. ഈ വണ്ടിയിൽ കയറിയിട്ടില്ല സാർ, ഞാൻ കയറിയിട്ടില്ല. ഞാൻ എന്തിനാണ് ഈ വണ്ടി നിങ്ങൾ OLX ഇട്ടത്? ഈ വെടലയാണ് ആദ്യം OLX ഇട്ടത്. ഈ വെടലയാണ് OLX ഇട്ടത്. പറഞ്ഞത് 100% ഞാൻ യോജിക്കുന്നു. ആറ്റിങ്ങൽ പാപ്പച്ചൻ ഹിയർ. നീ ആരെങ്കിലും പറയുന്നത് എന്നെ ഓയിൽ സീറ്റ് വിൽക്കോടി? അങ്ങനല്ല ചേട്ടാ, ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണമല്ലോ. എന്റെ പിള്ളേരുടെ അച്ഛന് ഞാൻ OLX ഇട്ടങ്ങാണ്ട് ഞാൻ വിൽക്കുവോ? ചേട്ടൻ തോന്നുന്നുണ്ടോ? ഞാൻ ഏതേലും ആക്രിക്കാരൻ വരുമ്പോ ഞാൻ തൂക്കി വയ്ക്കും. ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നല്ല സ്കിറ്റായിരുന്നു. വെച്ച് കൊടുത്തേട്ടാ ആറ്റിങ്ങൽ പാപ്പച്ചനും ടീം. സെൽവരാജ്, ശ്യാമേ, സൂര്യശ്രീ, നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കുറേ നിങ്ങളുടെ സ്കിറ്റുകളായിട്ട് ശരിക്കും നമ്മുടെ ശ്യാം കലക്കണ്ട കേട്ടോ. കാരണം ഒരക്ഷരം പോലും തെറ്റിക്കാതെ സെൻട്രലൈസ് നിന്ന് കളിക്കാനായിട്ട് നന്നായിട്ട് നല്ല ഹൈ റേഞ്ചിൽ തന്നെ നല്ല ടോപ്പായിട്ട് കളിച്ചിട്ട് അത് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിലും സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്കിറ്റുകളിലും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യേണ്ടത്. 3 പേരും നന്നായിരുന്നു. നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പാപ്പച്ചൻ വന്നപ്പോൾ എല്ലാ സ്കിറ്റിലും ഒരു ഹൈപ്പ് ഉണ്ടാവണ പോലെ ഈ സ്കിറ്റിലും ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൂര്യശ്രീനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്, ഒരക്ഷരം തെറ്റിക്കാതെ നിങ്ങൾ ആരും ചെയ്യാറില്ല. അങ്ങനെ നല്ല മനോഹരമായിട്ട് നമ്മളെ ഏൽപ്പിച്ച ആ കടമ എന്താണെന്നുള്ളത് അതിലും നല്ല എന്തായാലും ഒരു 10 എന്ന് പറയുമ്പോൾ 15 ചെയ്യുന്ന കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് സൂര്യശ്രീ. അപ്പോൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചു. പണ്ട് നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ ഈ ഷോ കാർഡ് എന്ന് പറഞ്ഞ സാധനം അടിക്കുമല്ലോ നമ്മളിപ്പോൾ ഇത് പോസ്റ്റർ വെച്ചിട്ട്. അപ്പം നമ്മളങ്ങനെ പല സ്റ്റൈലുകളൊക്കെ ചെയ്യുമല്ലോ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫർ വന്നിട്ട് സ്റ്റുഡിയോയിലല്ല എടുക്കണത്, നമ്മൾ പറമ്പിലൊക്കെ ചെന്നാണ്. അപ്പോൾ ഇഷ്ടികയുടെ പുറത്തുണ്ട് ഞാൻ ഇങ്ങനെ ഇന്നൊരു പോസ് എടുത്ത് അത് ഇഷ്ടികം വെച്ചിട്ട് അങ്ങനെ ഇട്ട്. അപ്പോൾ ഒരു സമിതി നമ്മുടെ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ വിളിച്ചപ്പോൾ ഇഷ്ടിക ഞങ്ങൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. കാരണം ഇഷ്ടികയൊക്കെ ഉണ്ടപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ ചിലപ്പോൾ വിൽക്കാനാണെന്ന് കരുതും. അങ്ങനെയാണ് അച്ഛനെ ചോദിച്ചത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ഒരു പുതുമയുണ്ടായിരുന്നു അതിനൊക്കെ. അതുപോലത്തെ കുറേ തമാശകളുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ മാത്രമേ ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം നന്നായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക.
ആറ്റിങ്ങൽ പാപ്പച്ചൻ എസ്കേപ്പ് ആയതാണോ? ഉറപ്പല്ലേ? ഉറപ്പാണോ? ഇന്നത്തെ ചോദ്യം അതെന്താ ആറ്റിങ്ങൽ പാപ്പച്ചൻ നമ്മൾ ഈ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ മാത്രം ഒരു കുഴച്ചിൽ വരുന്നത്? അല്ല, ക്ലൈമാക്സ് അങ്ങനെ തന്നെ ആയിരുന്നു പ്ലാൻ ചെയ്ത്. ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ആയിരുന്നു. ശ്യാമ സിംഗിളായിട്ട് എന്നിട്ട് ഞാൻ സൂക്ഷിക്കേണ്ടി വരും. അതെ അതെ, അതാണ് ക്ലൈമാക്സ് ഉദ്ദേശിച്ചല്ലേ? ആ ഒരു കുറവല്ലാതെ വേറെ ഒരു കുറവില്ല. നല്ല ഒന്നാന്തര സാധനം. താങ്ക് യു. നല്ല സ്ക്രിപ്റ്റ്, നല്ല കൗണ്ടറുകളുമായിരുന്നു. ഈ സെൽവൻ ഒരു മീഡിയേറ്റർ ആയിട്ടാണോ എല്ലാത്തിലും വരുന്നത്? അല്ല, അത് അങ്ങനെ ആയിപ്പോകുന്ന സ്കിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ആകുന്നതാണല്ലേ. എന്തായാലും നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. 3 പേരും അടിപൊളി. അത് ബാലൻസ് ചെയ്ത് ഇവർ രണ്ടുപേരും നിൽക്കാറുണ്ട് എപ്പോഴും. അത് ആദ്യം തുടങ്ങി അവസാനം വരെ അത് മടുപ്പില്ലാതെ രണ്ടുപേരും ചെയ്യും. ഓൾ ദ ബെസ്റ്റ് 3 പേര്. താങ്ക് യു ബക്രുചേട്ടാ. നല്ല ക്ലീൻ സ്കിറ്റായിരുന്നു. താങ്ക് യു ചേട്ടാ. നിരുപദ്രവകാരിയായിട്ടുള്ള വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന അത്യാവശ്യം നല്ല തമാശകളും ഒക്കെ ഉള്ള നല്ലൊരു സ്കിറ്റ്. നല്ലൊരു ത്രെഡാണ് ഈ OLX അച്ഛനെ കൂട്ടിയിടുക എന്ന് പറയുന്നത്, കാറിൻ്റെ പരിപാടിയും. അപ്പോൾ അത് നിങ്ങൾ നല്ല ഭംഗിയായിട്ടത് അതിനകത്ത് ചേരുന്ന കാര്യങ്ങൾ തന്നെ ചേർത്തിട്ട്, ഇപ്പോൾ ആദ്യകാലത്ത് ശ്യാമിൻ്റെ പെർഫോമൻസ് വന്നപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ കൂടിയിട്ടാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ കുറച്ചൊരു ചെറിയ ചില ടങ് സ്ലിപ്പും ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ത്രൂ ഔട്ട് നിന്നിട്ട് ഒരേ രീതിയിൽ മനോഹരമായിട്ട് കളിക്കാൻ ശ്യാമിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സെൽവൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ തീർക്കുന്നതാണെങ്കിലും അത് നല്ല മനോഹരമായിട്ട് അവിടെ എല്ലാം ചിരി ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. 3 പേർക്കും അഭിനന്ദനം. താങ്ക് യു. ചെമ്പ് കൊടുക്കാം. പിന്നെ ചെമ്പ് കുലുക. ആരാ ആദ്യം? ഞാൻ ചെയ്യാം. ബക്രുചേട്ടാ. ഞാനൊരു 14 രൂപ. 14,000 രൂപ. ഞാനൊരു 15,000 രൂപ. 29,000 രൂപ ആയിട്ടുണ്ട്. ടോട്ടൽ 29 ആയിട്ടുണ്ട്. ബാക്കി കൊടുത്തോ. നല്ലൊരു കാർ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള കിടക്കുന്നു. ടോട്ടൽ 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പൊ പാപ്പച്ച, ഓക്കെ, കാർ വാങ്ങിക്കാൻ കുറച്ച് കാശ് ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കാർ വാങ്ങിക്കണം. ശരി, വീട്ടിൽ പോകണ്ട കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കണു. ഇതിലും വലിയ സ്കിറ്റുകളും ഇതിലും വലിയ വലിയ ചിരികളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.